വെൽക്കം സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5th സെമസ്റ്റർ BA ഇക്കണോമിക്സിലെ മാക്രോ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. മാക്രോ ഇക്കണോമിക്സിൽ നമുക്ക് 5 മോഡ്യൂളുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് മോഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്, സെക്കൻഡ് മോഡ്യൂൾ നാഷണൽ ഇൻകം, തേർഡ് മോഡ്യൂൾ ക്ലാസിക്കൽ മാക്രോ ഇക്കണോമിക് മോഡൽ, fourth module Keynesian theories and income determination, fifth module theories of consumption. ഇനി ഫസ്റ്റ് മോഡ്യൂൾ നോക്കാം, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്. The term macro was derived from the Greek word makros, which means large. It was for the first time used in economic literature by Ragnar Fritz of Oslo University in 1933. മാക്രോ എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ലാർജ് എന്നാണ് അതിന്റെ മീനിങ്. ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള റാഗ്നർ ഫ്രിസ്റ്റ് ആണ് 1933 ആദ്യമായി മാക്രോ എന്ന വേർഡ് ആദ്യമായി ഉപയോഗിച്ചത്. മാക്രോ എക്കണോമിക്സ് വാസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ്, വാസ് ഡെവലപ്ഡ് largely by the efforts of John Maynard Keynes. Therefore, Keynes can be considered as the father of macroeconomics. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിന്റെ ഡെഫിനിഷൻസ് നോക്കാം. According to J.M. Culbertson, macroeconomic theory is the theory of income, employment, prices and money. ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇക്കോണമിയുടെ ഓരോ ചെറിയ യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇക്കോണമിയെ മൊത്തത്തിലായിട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം അനലൈസിസ് ഉപയോഗിക്കുമ്പോൾ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ജനറൽ ഇക്വിലിബ്രിയം അനലൈസിസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ മൈക്രോ എക്കണോമിക്സ് ദ അനലൈസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ assumption ceteris paribus assumption. Ceteris paribus assumption means assuming that other things remaining the same. But in macroeconomics, the assumption is not based. Next point, microeconomics is explaining the total production, but macroeconomics explains the level of total production. Next point, the importance and scope of macroeconomics. മാക്രോഎക്കണോമിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, മാക്രോഎക്കണോമിക്സ് ഈസ് ഹെൽപ്സ് us to understand the functioning of the economy. Second point, it is helpful for the formulation of economic policies. Third point, macroeconomics tries to solve the problem of general unemployment. Fourth point, national income estimates became important after the occurrence of Great Depression. Next point, growth economics is a part of macroeconomics. Last point, a proper analysis of monetary problems is only possible with the help of macroeconomics. Next topic, economic models. A model is a set of relationship among economic variables. An economic model is a simplified representation of the economy. നമ്മുടെ ഇക്കോണമിയുടെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഇക്കണോമിക്
മോഡൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇതൊക്കെയായിരുന്നു. മാക്രോ എക്കണോമിക്സ് ഡെഫിനിഷൻ, ഡിഫറൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്, and importance of macroeconomics, economic model. Thank you.